പുതിയ AKG സെന്ററിന് വാസ്തുദോഷമോ? തിരുവനന്തപുരത്ത് 2025 ഏപ്രിൽ 23 പുതിയ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു AKG സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം വീട് കയറി താമസിക്കാൻ പറ്റിയ ദിവസമായിരുന്നു 2025 ഏപ്രിൽ 23. അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം 10ാം ഉദയ നാളിലായിരുന്നു അന്ന് പുതിയ AKG സെന്ററിൻ്റെ ഉദ്ഘാടനം. വൈകിട്ട് 5 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് അന്ന് പിണറായി വിജയൻ പുതിയ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറ്റവും നല്ല ഗൃഹപ്രവേശനത്തിന് ഏറ്റവും നല്ല ദിവസമായിട്ടുള്ള 10ാം ഉദയ നാളിലെ വൈകിട്ട് 5 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് പിണറായി വിജയൻ പുതിയ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ അതിനുശേഷം CPIM-ന് തുടർച്ചയായിട്ടുള്ള പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന നിലയിൽ കൂടി ഈ പുതിയ AKG സെന്റർ നിയമക്കുരുക്കിലേക്ക് വരികയാണോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുൻപായി ഈ AKG സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം നടന്നിട്ടുള്ള CPM-ന് ഏറ്റ പരാജയങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏപ്രിൽ 23 AKG സെന്റർ 10ാം ഉദയ നാളിൽ ഉദ്ഘാടനം ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി 2025 ജൂൺ 19 നിലമ്പൂരിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. PV അൻവർ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഏപ്രിൽ, മെയ്, ജൂൺ ഏതാണ്ട് 2 മാസം 60 ദിവസം കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ പരാജയമാണ് ഉണ്ടായത്. സ്വരാജ് ആയിരുന്നു അവിടുത്തെ LDF സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി M സ്വരാജിന് എതിരായി കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത് വലിയ വിജയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത്. അങ്ങനെ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം 2 മാസം കഴിഞ്ഞ് CPM-ന് ആദ്യത്തെ തിരിച്ചടി നേരിട്ടു. ഇനി രണ്ടാമത്തെ തിരിച്ചടി വരുന്നത് 2025 ഡിസംബറിലാണ്. അന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF അമ്പേ പരാജയപ്പെട്ടു. UDF-ന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. UDF 504 ഗ്രാമപഞ്ചായത്തിലും 79 ബ്ലോക്ക് പഞ്ചായത്തിലും 7 ജില്ലാ പഞ്ചായത്തിലും 54 മുനിസിപ്പാലിറ്റിയിലും 4 കോർപ്പറേഷനിലും ജയിച്ചപ്പോൾ LDF ആകട്ടെ 341 ഗ്രാമപഞ്ചായത്തുകളിലെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. LDF-ന് 63 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 7 ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചിട്ടുണ്ട്. 28 മുനിസിപ്പാലിറ്റികളിലെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1 കോർപ്പറേഷനിൽ മാത്രമേ LDF-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ AKG സെന്റർ ഉദ്ഘാടനത്തിന് ശേഷമുള്ള CPM-ന്റെ രണ്ടാമത്തെ പരാജയമാണ് 2025 ഡിസംബർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇനി അടുത്ത പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2026 ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 4 ഫലപ്രഖ്യാപനം. 104 സീറ്റ് നേടി UDF ചരിത്ര വിജയത്തോടെ ഭരണത്തിലേറി. LDF-നാകട്ടെ 35 സീറ്റുകളിലെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. CPM-ന് വെറും 24 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. AKG സെന്റർ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമുള്ള മൂന്നാമത്തെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയാണ് 4ാമത്തെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ വിലാസം AKG സെന്ററാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് കാരണം? 2014 വീണ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കോവിഡ് കാലമായപ്പോഴേക്കും വർക്ക് ഫ്രം ഹോം ആയി. അതിൻ്റെ ഭാഗമായി വീണ തിരുവനന്തപുരത്ത് AKG സെന്ററിൻ്റെ പേരിലാണ് വർക്ക് ഫ്രം ഹോമുമായി ബന്ധപ്പെട്ട വിലാസം രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ്
അതായത് ROC ആക്ട് പ്രകാരമാണ് എക്സാലോജിക്ക് AKG സെന്റർ എന്ന വിലാസത്തിലേക്ക് മാറിയത്. ബാംഗ്ലൂരിലെ യഥാർത്ഥ വിലാസമുണ്ട്, പകരം എന്ന നിലയിൽ ഇവിടെ AKG സെന്ററിന്റെ വിലാസമാണ് വീണ വിജയൻ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ AKG സെന്റർ കൂടി ആ അന്വേഷണ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചോദിക്കുന്നത്. ഇതാണ് AKG സെന്ററുമായി ബന്ധപ്പെട്ട് നാലാമത്തെ CPM-നേറ്റ തിരിച്ചടി. ഇപ്പോൾ വിശ്വാസികളായ CPM നേതാക്കൾ ഒരുപക്ഷെ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവാം, പുതിയ AKG സെന്ററിന് വാസ്തുദോഷമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം തുടർച്ചയായി പാർട്ടി പ്രതിരോധത്തിലാകുന്നതും പാർട്ടി പരാജയപ്പെടുന്നതും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.